അങ്ങനെ ചെയ്താൽ എന്റെ ഒരു ദിവസത്തെ ലീവ് പോകുമായിരുന്നു. മോഹനേട്ടനോട് തിരുവനന്തപുരത്ത് വരാൻ ഞാൻ ലീവ് എടുത്തു. അപ്പോ നിന്റെ ലീവ് പോലല്ല എന്റെ ലീവ്. നീ ഒരു വൈക്കലാണ്, നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജോലിയാണ്. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ആനയാന്ന് തോന്നുന്നു. പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് വേറെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്ലെന്ന് തോന്നുമല്ലോ. ഉത്തമനെത്തിയല്ലോ. തിരുവനന്തപുരം സിറ്റി മുഴുവൻ, പിന്നെ കോവളം, ശംഖുമുഖം, അങ്ങനെ തിരുവനന്തപുരത്ത് ആളുകൾ പോകുന്ന സകല സ്ഥലങ്ങളിലും പോകണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷേ എല്ലായിടത്തും പോകാൻ സമയം കിട്ടിയില്ല. എവിടെയൊക്കെ പോയി? ഇവിടുന്ന് നേരെ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ്, അവിടുന്ന് മോഹനേട്ടന്റെ കൂട്ടുകാരൻ സതീഷിന്റെ വീട്ടിലേക്ക്. പിറ്റേ ദിവസം രാവിലെ മോഹനേട്ടൻ സെക്രട്ടേറിയറ്റിലേക്ക് പോയി ജോലിയെല്ലാം തീർത്ത് ഉച്ചയായപ്പോഴേക്ക് എത്തി. ഉച്ച കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. വൈകുന്നേരം ആയപ്പോഴേക്കും എഴുന്നേറ്റ് കാപ്പി കുടിച്ചു. പിന്നീട് ഒരു പുസ്തകം എടുത്തു വെച്ച് വായനയോട് വായന. രാത്രി 8 മണിയായപ്പോഴേക്കും അത്തരം കഴിച്ചു. എന്നിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി തിരിച്ചങ്ങോട്ട് പോന്നു. അയ്യോ, അപ്പൊ എവിടെ പോയില്ലേ വക്കീലേ? അതൊന്നും നടക്കില്ല എന്ന് ഇവിടുന്ന് പോയപ്പോഴേ എനിക്കറിയാറുന്നല്ലോ. മോഹനകൃഷ്ണ സാറിനെ പോലെ അത്രയും വിവരമുള്ള വേറെ ആരും ഇല്ലല്ലോ. സാറ് താഴെ ഇറങ്ങി. അത് ഉത്തമന് മനസ്സിലായി. പക്ഷേ ഇവളെ പോലുള്ളവർക്ക് അത് മനസ്സിലാവില്ല. പ്രഭാകരൻ സാറിനോട് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? ഇവിടത്തെ കാര്യം അങ്ങനെയാണ്. ഈ നാട്ടുകാർക്ക് മുഴുവൻ കെ മോഹനകൃഷ്ണൻ സാറിനോട് ബഹുമാനമാണ്. ഉത്തമൻ പറഞ്ഞ കേട്ടില്ലേ? ഈ വില്ലേജിൽ എന്റെ അത്രയും ലോകവിവരമുള്ള വേറെ ഒരാളുമില്ല എന്ന്. അതാണ് സത്യം. പക്ഷേ നിനക്ക് എന്നെ ഒരു വിലയുമില്ല. എനിക്കറിയാമായിരുന്നു മോഹനേട്ടൻ ഇതൊക്കെ തന്നെയാണ് പറയാൻ പോകുന്നത്. പ്രഭാകർ സാർ എന്തോ ഒരു സംശയം മോഹനേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെന്ന് പറഞ്ഞതോടെ മോഹനേട്ടൻ വലിയ പുള്ളിയായി പോയല്ലോ. സോഫോക്ലിസിന്റെയോ ഷേക്സ്പിയറുടെയോ ചെക്കോവിന്റെയോ നാടകങ്ങൾ എടുക്കണം. സ്കൂളിലാകുമ്പോ ഷേക്സ്പിയർ ആണ് നല്ലത്. ഒരു നാടകം മോഹനകൃഷ്ണൻ തന്നെ പറയണം. സ്കൂളല്ലേ സാറേ. മാക്ബത്തോ ടെമ്പസ്റ്റോ ഒഥല്ലോ ഒക്കെ ആവുമ്പോ കുട്ടികൾക്ക് മനസ്സിലാവില്ല. വെനീസിലെ വ്യാപാരി കൊള്ളാം, പരിഭാഷപ്പെടുത്താൻ എളുപ്പവുമാണ്, കുട്ടികൾക്ക് ആസ്വദിച്ച് കാണുകയും ചെയ്യാം. മോഹനകൃഷ്ണനെ കാണാൻ തോന്നിയത് നന്നായി. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ വേറെ ആരുണ്ട് ഈ നാട്ടിൽ? പ്രഭാകരൻ സാറ് എന്നോട് ചോദിച്ചത് സമയം എത്രയെന്നോ കോഴിക്കോട്ടത്തേക്കുള്ള ബസ് എപ്പോഴാണെന്നോ അല്ല. ഞാനും ഉത്തമനും കൂടി കഴിഞ്ഞ ദിവസം വഴിയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. സാറേ, എത്രയും പെട്ടെന്ന് ലോൺ കിട്ടിയില്ലെങ്കിൽ സുന്ദരേശ് ചേട്ടന്റെ കാര്യം കഷ്ടമാണ് സാറേ. സ്വന്തം മോളിങ്ങനെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് പുള്ളിക്കാരൻ പ്രതീക്ഷിച്ചില്ലല്ലോ. പ്രതീക്ഷിക്കണമായിരുന്നു. മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ അവരെ ശരിക്കും ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമാണ് സുന്ദരേശൻ ചേട്ടൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മകൾ ഒരാളുമായി പ്രണയത്തിലായതും അവന്റെ കൂടെ നാട് ചുറ്റുന്നൊന്നും ഈ സുന്ദരേശൻ അറിഞ്ഞില്ലേ? ഇപ്പോ സംഗതി നാട് മുഴുവൻ പാട്ടായി, നാണക്കേടായി. ഇനിയിപ്പോ കല്യാണം നടത്തുകയല്ലാതെ വേറെ വഴിയില്ല. കല്യാണം നടത്താനാണെങ്കിലോ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരില്ലേ സാറേ, പ്രേമമൊക്കെ ഉണ്ടാവും. അതെങ്ങനെ തടഞ്ഞു നിർത്തുന്നേ? വീട്ടുകാർ ശ്രദ്ധിച്ചാൽ. കുട്ടിയുടെ പേരെന്താ? ശ്രീകല. എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. എന്റെ വീട് തലക്കുളത്ത. തലക്കുളത്തുള്ള കുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നെന്തിനാ? ഞാൻ പ്രസാദിനെ കാത്തു നിൽക്കായിരുന്നു. ഓ മോളെ, ഇതൊക്കെ വലിയ തെറ്റാണ്. നിങ്ങൾ ഇങ്ങനെ നാട്ടുകാർ കാണുക ബൈക്കിൽ കറങ്ങി നടന്നാൽ നാട്ടുകാർ നിങ്ങൾക്ക് പറയില്ലേ? പ്രസാദിന്റെ അച്ഛനെ എനിക്കറിയാം. ഇത് കണ്ടാൽ അദ്ദേഹം സഹിക്കില്ല. പക്ഷെ സാറേ, സാറ് വിചാരിക്കുന്ന പോലെ ഞാൻ എന്ത് വിചാരിച്ചു എന്ന് അനിയൻ അറിയില്ലല്ലോ. സാറേ, എന്താ സാറേ? ഒന്നുമില്ല, ഞാൻ ഈ കുട്ടികളൊന്ന് ഉപദേശിക്കുകയായിരുന്നു. ഇത് പ്രഭാകരൻ സാറിന്റെ മോനല്ലേ? അതെ. ഈ പെങ്കൊച്ചിനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇതിൽ നിങ്ങൾ ഇടപെടണ്ട. മോഹനകൃഷ്ണൻ സാറ് ഉപദേശം ശരിയായിക്കോളാം. സമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ പറയാതിരുന്നത്. അത് മാത്രമല്ല, ഈ കാലത്ത് ചെറുപ്പക്കാരല്ലേ, ചെറിയ അബദ്ധമൊക്കെ പറ്റും. നമ്മൾ മുതിർന്ന ആളുകളല്ലേ പറഞ്ഞു തിരുത്താനും മറ്റുമൊക്കെ. ഞാനത് പ്രസാദിനോട് വളരെ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടി ആരാണ് എന്ന് ചോദിക്കാനായിരിക്കും സാർ വന്നിട്ടുണ്ടാവുക. അവളുടെ പേര് ശ്രീകല എന്നാണ്. സാറിപ്പോ അതൊന്നും പ്രസാദിനോട് ചോദിക്കാൻ നിൽക്കണ്ട. എങ്ങനെ ചോദിക്കാതിരിക്കും?